രമേശ് ചെന്നിത്തല കടുത്ത അതിർത്തിയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല. രമേശ് ചെന്നിത്തല പ്രതിഷേധം അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ വി ഡി സതീശനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു തീരുമാനം വന്നു. അങ്ങനെ ഇന്ന് 11:40 നമ്മുടെ കേരള മുഖ്യമന്ത്രി മറ്റാരുമല്ല വി ഡി സതീശൻ. പിന്നെ വൈകിട്ടൊരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി സഖാവാണ് നിൽക്കാൻ പോണത്. വി ഡി സതീശൻ വന്നു എന്നുള്ളതിൽ സന്തോഷം ഉള്ളവർ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ലൈക്കായിട്ട് അടിച്ചാൽ മതി. പരമാവധി ഇത് സന്തോഷം തോന്നുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. വി ഡി ഈ ഒരു സ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വീഡിയോ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുലിനെ. പിന്നെ ഈ ഓരോ വിഷയം വന്ന സമയത്ത്, ഈ അടുത്ത സമയത്ത് രാഹുൽ ഈ പറയുന്ന വീഡിയോയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാത്രമുള്ളായിരുന്നു ഈ പറഞ്ഞ വി ഡി സതീശന് ഒരു നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇവൻ ജയിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരള മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹം കാണിച്ച തെറ്റാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ന് കേരള മുഖ്യമന്ത്രി ജനം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ തമ്മിലടിയും കാര്യങ്ങളൊക്കെ തമ്മിലടി എന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാരാണ് കൂടുതൽ ഇത് വഷളാക്കിയത്. പിന്നെ കോൺഗ്രസ് പ്രവർത്തകരും. KC മോശക്കാരനാണ്, മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയില്ലെന്നും പറഞ്ഞൊരു ന്യൂസി വന്നപ്പോഴത്തേക്ക് തൂക്കി പിടിച്ചുകൊണ്ട് നടന്ന് നാട് മൊത്തം പോസ്റ്ററും ഫ്ലെക്സും അതും ഇതുമൊക്കെ കാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട് മൊത്തം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു KC പിന്നെ രംഗത്ത് വരുന്നു. അപ്പോഴത്തേക്ക് അണികൾ എല്ലാം കൂടെ KC വേണം ഇപ്പോഴത്തെ ചെന്നിത്തല വേണം. പക്ഷെ ജനങ്ങൾ വി ഡി സതീശൻ്റെ പേരാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഗ്രൂപ്പോ കാര്യങ്ങളോ ഒരു കോപ്പവും ഇല്ല, ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ല. പക്ഷെ ജനങ്ങൾ വി ഡി സതീശനെ അംഗീകരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവിടെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ പറഞ്ഞു വി ഡി മതി എന്ന് പറഞ്ഞു. ജനങ്ങളുടെ കാര്യം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒന്ന് സെറ്റായത്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തം ഈ പറഞ്ഞ വി ഡി സതീശനായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ വന്നതിൽ സന്തോഷപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായം തേടുക. രമേശ് ചെന്നിത്തല ഇപ്പോൾ പങ്കെടുത്തില്ലെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല നാട്ടുകാരനാണ് ഞാൻ, മുതുകുളം എന്നാണ് എൻ്റെ സ്ഥലത്തെ പേര്. ഒരുപാട് നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, കഴിവുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ തീരുമാനം എന്താണ്? വീഡിയോ ആണെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. അത് ഏത് കോൺഗ്രസ്സുകാരാണെങ്കിലും പോലും, അതിപ്പോൾ ഗ്രൂപ്പ് ഉള്ളവന്മാരാണെങ്കിലും ഇല്ലാത്തവന്മാരാണെങ്കിലും ശരി. നീയൊക്കെ MLA ആവുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണെങ്കിൽ ജനങ്ങൾ പറയുന്ന ഒരാൾ വേണം കേരളത്തിലെ മുഖ്യമന്ത്രി. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംഭവമാണിത്. അത് നല്ലൊരു കാര്യങ്ങൾ തന്നെ. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിച്ചേരട്ടെ. നാളെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ജനങ്ങൾ തന്നെ വലിച്ചെറിയും. അതാദ്യം മനസ്സിലാക്കാൻ പഠിക്കണം ആരായാലും. ഇവിടെ നേതാവ് നീയൊക്കെ, ഞാനൊരു കാര്യം പറയാം, 10 വർഷം നരകം അനുഭവിച്ചവന്മാർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പനും ഗ്രൂപ്പ് പഴം ഇതും മറ്റേതും മറിച്ചതും പറഞ്ഞ് തമ്മിലടിക്കാൻ വരുന്ന നാറികളോട് ഞാനൊരു കാര്യം പറയാം, ഒരു മരുമരും കാണത്തില്ല നാളത്തെ ഇലക്ഷന് വോട്ട് കൂത്താനാ. പ്രത്യേകിച്ച് ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി നടക്കുന്നവർ, ഞാൻ ഒരുപാട് പേരുടെ സ്റ്റാറ്റസ് കണ്ടു, ഒരുപാട് പേരുടെ. ചെന്നിത്തല സമ്മതിച്ചു, ഇവരെക്കാളും മുന്നിൽ വന്നതാണ്, എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്, ടാലന്റും എല്ലാം ഉള്ളൊരു മനുഷ്യനാണ്, ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേണ്ടത് ചെറുപ്പക്കാരെയാണ് വേണ്ടത്. രാജസ്ഥാനിൽ നടന്നത്, മധ്യപ്രദേശിൽ നടന്നത് എല്ലാവരും മറന്നല്ലോ. ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രതിപക്ഷമായിട്ട് നിന്ന് നയിച്ച് കൊണ്ടുവന്ന് അവനവിടെ ജയിപ്പിച്ചു. എങ്ങാണ്ട് വന്ന് ഒരു നേതാവ് വന്നിട്ട് മുഖ്യമന്ത്രി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 2 സ്ഥലം ഇപ്പോൾ കൈവിട്ടു പോയി. കർണാടകയിൽ ഇതുപോലെ തന്നെ ആയിരുന്നു. അവസാനവും ഒരു മുതിർന്ന നേതാവ് വന്നിട്ട് കൊണ്ടുപോയി. കേരളത്തിലോ വി ഡി സതീശനെ കൊണ്ടുവന്നു. കഴിഞ്ഞ വട്ടം രമേശ് ചെന്നിത്തലായിരുന്നു. എന്തുണ്ടായി? സീറ്റ് കുറഞ്ഞു. 40 കിട്ടിയെങ്കിൽ അത് 43 കിട്ടിയത് 41ആയി. വി ഡി സതീശൻ വന്നിട്ടാണ് ഇത്രയും കേരളത്തിനൊരു ഗുണമുണ്ടായത്. ജനങ്ങളും പറയുന്നത് വി ഡി സതീശനാണ്. അപ്പോൾ പിന്നെ അതങ്ങ് അംഗീകരിക്കുക, അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്ത് ചെയ്യാനാ? ജനങ്ങൾ പറയുന്ന പോലെ അങ്ങ് പോട്ടെ കാര്യങ്ങൾ. അതാണ് വേണ്ടത്. ഈ രമേശ് ചെന്നിത്തലയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഇരുന്നാൽ നല്ലതായിരുന്നു. ഇടയ്ക്ക് ഒരു ചർച്ച ഉണ്ടായിരുന്നു, 2.5 വർഷം. എനിക്ക് തോന്നുന്നു അതും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം. ഇതൊന്നും ഞാനൊരു കാര്യം പറയാം, ജനങ്ങളായി കേൾക്കുന്ന നിങ്ങൾ ഇതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ആയിട്ടുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ. പിന്നെ ഇതുപോലുള്ള ഗ്രൂപ്പ് അത് ഇത് മറ്റേത്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ കാര്യം, ഗ്രൂപ്പ് അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ പൊങ്ങി വരുന്ന ഒരു പാർട്ടിയുണ്ട് BJP. അതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് 22,000-ഓളം ഭൂരിപക്ഷ വോട്ടിനോടാണ് പുള്ളി ജയിച്ചത്. ഈ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സോറി എന്തായാലും ഞാനിത് കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഒറ്റ സ്ട്രെച്ചർ ചെയ്യുന്ന പറയുകയാണ് ഞാൻ. KC വേണുഗോപാൽ, ഈ 3 പേരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലല്ല, ഈ അണികൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ കുഴപ്പങ്ങൾ മൊത്തം ആയത്. അതിലിപ്പം ഒരു തീരുമാനമായി. ഈ പറയുന്ന വി ഡി സതീശൻ ഇപ്പം മന്ത്രിയായിട്ടുണ്ട്. നല്ല കാര്യം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ഒരു കാര്യം ചെയ്യുക. 10 വർഷം എതിർ പാർട്ടിക്കാരെന്ത് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തള്ളി മാറ്റിയത്, അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക.
ജനങ്ങളെ നരയിപ്പിക്കാതിരിക്കുക, അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്താലേ ഗുണങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. രമേശ് ചെന്നിത്തല നമുക്ക് അറിയാം, ഇത്രയും അയാൾ വയസ്സൊക്കെ ആയിട്ടുള്ള 10-70 വയസ്സുണ്ട്. ആ ഒരു മനുഷ്യനെ നമുക്ക് ഊഹിക്കാന്നുള്ളൂ. പക്ഷേ ചെറുപ്പക്കാർ തന്നെ വരണം, അതിന് വീഡിയോ തന്നെ പറ്റത്തുള്ളൂ. ചെറുപ്പമെന്ന് പറഞ്ഞാലും പുള്ളിക്ക് 60 വയസ്സുണ്ട്, ഉള്ള കാര്യം പറയല്ല. പക്ഷേ ഡാ എന്ന് വിളിച്ചാൽ തിരിച്ച് പോടാ എന്ന് വിളിക്കാനുള്ള ഇതുണ്ട്, ഉള്ളത് പറയല്ല. അതുപോലെ ചെയ്യുകയും ചെയ്യും. ഈ പിള്ളേർക്ക് വേണ്ടി ബസ്സിൻ്റെ അത് ഇത് മറ്റേതെല്ലാം ഓഫർ കൊടുത്ത്, അതുപോലെ തന്നെ വണ്ടിക്കാർക്ക് വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇദ്ദേഹം പാലിച്ചില്ലെങ്കിൽ ഈ ജനങ്ങൾ തന്നെ അയാളെ വലിച്ചെറിയും. കൊടുക്ക്, അവസരം കൊടുക്ക്. മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ ഞാൻ ഉൾപ്പെടെ പറയും, അത് ഉറപ്പാണ്. പിന്നെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ജസ്റ്റ് എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടു നിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോട് കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തത്, കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കണ്ടല്ലോ. ഇതിന് ശേഷം ഒരാൾ എണ്ണിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന് നാണക്കേട് വല്ല ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അതിലും അദ്ദേഹം നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മൾ വിട്ടുകൊടുക്കുക. ജനങ്ങൾ തീരുമാനിച്ചൊരു വ്യക്തിനെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നത്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. കാരണം രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിന്റെ താഴെയൊക്കെ ഇമാതിരി സംസാരങ്ങൾ, കമന്റും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ഞെട്ടിച്ചു കളഞ്ഞെന്ന് പറയാം. അപ്പോൾ വീഡിയോയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക, ആ വ്യക്തി ഏൽപ്പിക്കുക. ഈ KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ സ്പീഡിൽ സംസാരിച്ച ചില വീടുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല. പിന്നെ എന്തിനാ കുഞ്ഞെ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കോൺഗ്രസിന് സീറ്റും കിട്ടിയിട്ട് അവന്മാർ കണ്ട മന്ത്രിക്ക് വേണ്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 18 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പിണറായി വിജയനും കസാരയിലോട്ട് കയറി ഇതും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. മറന്നിട്ടില്ല. ഇവിടെ പണ്ട് തെരുവിലിറങ്ങിയ കുറേ ടീമുകളും ഉണ്ടായിരുന്നു. അച്യുതാനന്ദനാണെങ്കിലും പിണറായിക്കും വേണ്ടി ജനങ്ങൾ ഇറങ്ങിയതൊക്കെ ഒരു കഥകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് എതിർ പാർട്ടിക്കാർ വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ VD സതീശൻ പണ്ട് RSSന്റെ എന്തോ പങ്കെടുത്തെന്നും പറഞ്ഞിട്ടുള്ള കുറേ ഫോട്ടോസ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരാൾ കയറി കാല് കുത്തിയില്ല, അതിനിപ്പോൾ തുടങ്ങി കാലെടുത്ത് കുത്തി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, അന്തസ്സുണ്ട്. പാർട്ടിയാണ് എനിക്കല്ല, പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിന്റെ മനസ്സും വേദനിക്കും. പാർട്ടിയുടെ വേദന മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്ന ജനങ്ങളുടെ കൂടെ വില കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും നേതാവേ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. ഇത്രയും ദിവസം ഓടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത്രയും ദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ മാതിരി വർത്തമാനം പറയുന്നതോട് എനിക്കും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ നേതാവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എനിക്ക് പറയാൻ, നമുക്ക് നേരൊരു കാര്യം പറയാമല്ലോ. ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വേലക്കാരാണ്. നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ആ വ്യക്തി ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കും, നിങ്ങളും ചോദിക്കും, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചോദിക്കുകയൊക്കെ വേണം. ന്യായമുള്ള കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇന്നലെ SFAയുടെ നീറ്റ് പരീക്ഷയുടെ സംബന്ധമായിട്ടുള്ള SFA തെരുവിലിറങ്ങി അടിച്ച് തൂത്ത് വാരി അവരുടെ പ്രകടനമൊക്കെ പക്കയായിരുന്നു. പക്ഷെ ഒരുത്തം വന്നിട്ടൊരു ഡയലോഗ് അടിച്ച് 10 വർഷം ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഡാനി, എനിക്കിത് എന്ത് പറ്റി? ചില പേടുകളെ കൊണ്ട് കിട്ടുന്നില്ല. സ്പീഡിൽ പറയുന്നതിനുള്ളതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്, അത് പേഴ്സണലാണ്, ഞാൻ സംസാരിക്കുന്നില്ല. 10 വർഷം കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു. 10 വർഷം കൊണ്ട് ഇപ്പം ഞങ്ങൾ പ്രതികരിക്കുകയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇന്നലെ പ്രസംഗമൊക്കെ കണ്ട്. എന്തുകൊണ്ട് ഇവിടെ 10 വർഷം നിങ്ങൾ പ്രതികരിച്ചില്ല? ഞാൻ ചോദിച്ചോട്ടെ, 10 വർഷം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇന്നലെ SFAക്കാർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒന്നും കൂടെ ഞാൻ പറയാം. 10 വർഷം ഭരിച്ചത് ഇവിടെ വേറെ ആരുമല്ല, പിണറായി സർക്കാരാണ്. നിങ്ങളുടെയൊക്കെ ഉപ്പാപ്പമാർ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രതികരിക്കാതിരുന്നത്?
ഇപ്പോൾ കോൺഗ്രസ് ഏറ്റപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാൻ പോകുന്നുള്ള രീതിയിൽ ഇത് തന്നെ നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡാണ്. ഇത് എന്തിനാണ്? നിങ്ങളുടെ അടുത്ത ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി, ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ 10 വർഷം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? നിങ്ങളുടെ പാർട്ടി ഭരിച്ച സമയത്ത് ഓരോ കാര്യങ്ങളും ഇതുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? PSCക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്ത ആൾക്കാരുണ്ട്, മുട്ടുകുത്തി കഴിഞ്ഞ ആൾക്കാരുണ്ട്. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പറയാനാണ്. 10 വർഷത്തിന് കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ബിഗ് സീറോ ആയിരിക്കും, ബിഗ് സീറോ. ആ സമയത്ത് നിങ്ങളൊന്നും ഇറങ്ങിയില്ല. ഭരണം കൈവിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞങ്ങൾ കുട്ടിയുടെ ഒപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അത് ഡബിൾ സ്റ്റാൻഡാണ്. അത് നിങ്ങളത് മനസ്സിലാക്കുക. ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ചോദ്യം, പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു. ഇന്നത്തെ ദിവസങ്ങളിൽ അങ്ങനെ കുത്തി ചോദിക്കാതെ കുത്തി ചോദിക്കും നേതാവേ, വേറൊന്നും കൊണ്ടല്ല. കുത്തി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കണം. നിങ്ങൾ അവിടെ കാലും പൊക്കി വെച്ചിരുന്നിട്ട് എല്ലാവരും കൂടെ ചർച്ചകളും കാര്യങ്ങളും ഇവിടെ ജനങ്ങൾ വിചാരിക്കും ഇവിടെ പാർട്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയെന്ന് ജനങ്ങൾ പറയത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. ജനങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പക്ഷേ ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ, അണികളെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ നേതാവ് തെരുവി കിടന്ന് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കും. ഇവിടെ പ്രശ്നം വരുന്നത് UDF അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ആ ഒരു പാർട്ടിക്കായിരിക്കും നാണക്കേട് വരുന്നത്. അതുപോലും ചിന്തിക്കുന്നില്ല അന്നേരത്തെ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഇപ്പോൾ ജനങ്ങളോട് തുറന്നു പറയാം. നമ്മുടെ ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോൾ ജനങ്ങൾ ഒരു 2 മാസം ആകുമ്പോൾ മറക്കും. അതുപോലെ ഈ ഒരു വിഷയം ഒന്ന് മറക്കും. അതല്ല ഈ പാർട്ടിക്കാർക്ക് നല്ല രീതി അറിയാവുന്നതുകൊണ്ടാണ് അവന്മാർ ഈ പണി വരുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് ഇട്ട് അങ്ങ് മറക്കും. കോൺഗ്രസിന് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വിട്ടുപോകും. മനസ്സിലായോ? ഇവിടെ ഏറ്റവും കൂടുതൽ മറവി ഉള്ളത് നിങ്ങൾ ജനങ്ങൾക്കാണ്. പിന്നെ ന്യൂസുകാരെല്ലാ കാര്യങ്ങളൊന്നും വിളിച്ച് പറയത്തില്ല. അവർ വളച്ച് തിരിച്ച് മനസ്സിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കും. UDF സർക്കാർ, ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാര് നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തകതയിൽ അത് ശിരസാ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസാ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ പിന്നെന്താ സംശയം? എന്താ സംശയം? ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ പുള്ളിയുടെ ആഗ്രഹം. സാർ അവിടെ നിൽക്ക്, സംസാരിക്കട്ടെ. പുള്ളിയുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നല്ല ഭരണവും കാര്യങ്ങളൊക്കെ. KC വേണുഗോപാലിനോട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, VD സതീശനെ എല്ലാം സപ്പോർട്ടും ചെയ്യുക, എത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പരമാവധി എത്തിച്ചു കൊടുക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇനി നമുക്ക് സുധാകരൻ ജി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. അദ്ദേഹത്തിന്റെ നിലപാടൊന്ന് കേൾക്കണം കേട്ടോ. ഒന്ന് കേൾക്കണേ. പണ്ട് KCക്ക് പിന്തുണ കൊടുത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ പുള്ളിയുടെ തീരുമാനമൊക്കെ ഒന്ന് കേൾക്കട്ടെ. അന്ന് KCയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയണ്ടായി. അതിന് പകരം വീട് വരുന്നോണ്ട് അതല്ല, എല്ലാരും എല്ലാവരും ഒരുപോലെയല്ലേ? ഇവർ രണ്ടുപേരും നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തൂണുകളല്ലേ? നമുക്ക് എന്താ ഇതിനകത്ത് കുറവ്? നല്ലതാ. ഇതൊക്കെ ഇനി അങ്ങോട്ടും കണ്ടാൽ മാത്രം മതി. എല്ലാവരും നല്ല രീതിയിൽ പോവുക. ഒരു 10 വർഷം ഇവിടെ കൊണ്ടുവന്ന ഒരു ഇതുണ്ട്, എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റിമറിച്ച് കൊണ്ടുവരാൻ നോക്കുക. നല്ല ഭരണം കാഴ്ച വെക്കുക, ജനങ്ങൾക്ക് ഗുണമുണ്ടാവുക, കൊണ്ടുവന്നേ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഞാനും സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ പിന്നെ റീ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആണ് തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. പുട്ടുപോലെ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കുണ്ട്. അവിടെ കൊണ്ടങ്ങ് നിർത്തി കഴിഞ്ഞാൽ പുല്ല് പോലെ ജയിച്ചു പോകാനും അതിനുള്ള തന്ത്രം നിർമ്മിക്കാനും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് നല്ല രീതി അറിയാം. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് നിങ്ങളിപ്പം പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് രാഷ്ട്രീയ തന്ത്രം. അതിനെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയ്ക്ക് ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ സ്ട്രെച്ചർ അങ്ങനെ എടുത്തങ്ങ് പോവാണ് കാര്യങ്ങൾ. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമ വഹിക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ.